ജൂൺ 27 UPSC സിവിൽ സർവീസ് എക്സാമിന് റിലവൻ്റ് ആയിട്ടുള്ള കുറച്ച് ടോപ്പിക്കുകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നതായിട്ടുള്ളത്. അതിൽ ആദ്യത്തെ ടോപ്പിക് എന്ന് വെച്ചാൽ ബാനർഘട്ട ബയോളജിക്കൽ പാർക്കുമായി ബന്ധപ്പെട്ടാണ്. ബാനർഘട്ട ബയോളജിക്കൽ പാർക്ക് ഇത് കർണാടകത്തിലുള്ള ഒരു പാർക്കാണ്. അവിടെ ഒരു സഫാരി, പ്രത്യേകിച്ച് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു ലെപ്പാർഡ് സഫാരി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട വാർത്തയാണ്. അപ്പോൾ സൗത്ത് ഇന്ത്യയിലെ തന്നെ ആദ്യത്തേതും രാജ്യത്തെ തന്നെ ഏറ്റവും വലിയ ലെപ്പേർഡ് സഫാരി പാർക്കാണ് കർണാടകയിലെ ബാനർഘട്ട ബയോളജിക്കൽ പാർക്കിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു സഫാരിയുമായി ബന്ധപ്പെട്ട് സെൻട്രൽ സൂ അതോറിറ്റി ഗൈഡ് ലൈൻസ് ഇറക്കുകയും ഏകദേശം 20 ഹെക്ടർ ഏരിയയിലാണ് ഈ പാർക്ക് വരുന്നത്. ഇതിൽ 8 ലെപ്പേർഡുകളാണ് ഓപ്പൺ ആയിട്ട് ഫോറസ്റ്റ് ഏരിയയിലുണ്ട്. അതായത് നമുക്ക് ഈ ഫോറസ്റ്റിലൂടെ വാഹനത്തിലൂടെയൊക്കെ പോയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ഈ ലെപ്പേർഡ് ലൈവായിട്ട് അതിൻ്റെ ഹാബിറ്റാറ്റിൽ കാണാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ്. അപ്പോൾ ആക്ച്വലി ഇവിടെ ഒരുപാട് ഫ്രീ റേഞ്ചിങ് ലെപ്പാർഡുകളുണ്ട്. അപ്പോൾ ഈ ലെപ്പാർഡുകളെ സംബന്ധിച്ച് നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ നമ്മൾ ഓർത്ത് വെക്കേണ്ടത് സൗത്ത് ഇന്ത്യയിലെ ഫസ്റ്റും അതുപോലെ തന്നെ കൺട്രിയിലെ ലാർജസ്റ്റ് ലെപ്പേർഡ് സഫാരി സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള കർണാടകയിലെ ബാനർഘട്ട ബയോളജിക്കൽ പാർക്കാണെന്ന്. അപ്പോൾ ബാനർഘട്ട ബയോളജിക്കൽ പാർക്ക് എന്ന് പറയുന്നത് ഇത് ആക്ച്വലി ഒരു സൂ ആണ്. ഇത് ബംഗളൂരു സിറ്റിയുടെ അടുത്തായിട്ടാണ് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത് ആക്ച്വലി ഒരു സൂവും പിക്നിക് കോർണറും ആയിരുന്നു. പിന്നീട് ഇതിനെ ബാനർഘട്ട നാഷണൽ പാർക്കായിട്ട് 1974 സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് ഓർത്ത് വെക്കുക. പിന്നീട് ഈ നാഷണൽ പാർക്കിനെ ബയോളജിക്കൽ പാർക്കായിട്ട് 2002 സ്പ്ലിറ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് എന്ന് കൂടി ഓർത്ത് വെക്കുന്നതായിരുന്നു. അപ്പോൾ ആക്ച്വലി ഇന്ന് ബാനർഘട്ട ബയോളജിക്കൽ പാർക്കിൽ ഏകദേശം 731 ഹെക്ടർ ഏരിയാസ് ഉണ്ട്. അതിലിപ്പോൾ സൂ ഉണ്ട്, സഫാരി പാർക്കുണ്ട്, ബട്ടർഫ്ലൈ പാർക്കുണ്ട് എന്ന് ഓർത്ത് വെക്കുക. അപ്പോൾ കർണാടകത്തിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ബാനർഘട്ട നാഷണൽ പാർക്കിൻ്റെ ലൊക്കേഷൻ കാണാൻ വേണ്ടി പറ്റും. അതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് നാഗർഹോൾ നാഷണൽ പാർക്കും ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. ഇത് രണ്ടും കർണാടകത്തിലാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നതെന്ന് കൂടെ നമ്മൾ ഓർത്ത് വെച്ചാൽ മതിയാവും. അപ്പോൾ ഈ ബാനർഘട്ട നാഷണൽ പാർക്ക് അതിൻ്റെ ലൊക്കേഷൻ ഒന്ന് ഓർത്ത് വെക്കേണ്ടതായിട്ടുണ്ട്. അടുത്തത് ഇന്ത്യൻ ജനാധിപത്യവുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ചും നമ്മളുടെ ഈ ഒരു എമർജൻസിയുമായി ബന്ധപ്പെട്ടുള്ള വിഷയമാണ്. പ്രത്യേകിച്ചും പാർലമെന്റിൽ ഇത് ഉയർത്തപ്പെടുകയും ചെയ്യുന്നത്. കാരണം 1975 ജൂൺ 25 ഇന്ത്യയിലെ നാഷണൽ എമർജൻസി അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധി ഡിക്ലെയർ ചെയ്തിട്ടുണ്ടായിരുന്നത്. നാഷണൽ എമർജൻസി ഇന്ദിരാഗാന്ധി. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ഒരു പ്രമേയം ലോകസഭയിൽ കഴിഞ്ഞ ദിവസം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ട ഒരു ആർട്ടിക്കിളാണിത്. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 1975 ജൂൺ 25 എമർജൻസി വന്നിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ അതിനുശേഷം ഏകദേശം 21 മാസത്തോളം ദേശീയ അടിയന്തരാവസ്ഥ ഇന്ത്യയിലുണ്ടായിരുന്നു. ഇന്ത്യൻ ജനാധിപത്യത്തെ സപ്രസ് ചെയ്ത ഒരു കാലഘട്ടമായിട്ടാണ് ഇതിനെ കരുതുന്നത്. പ്രത്യേകിച്ചും സിവിൽ ലിബർട്ടീസിനെയും ഫ്രീ സ്പീച്ചിനെയൊക്കെ സപ്രസ് ചെയ്തു. ആൾക്കാർക്ക് അഭിപ്രായ സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നില്ല. ഗവൺമെൻറ് ആർബിട്രറി ആയിട്ട് ഏകാധിപത്യപരമായിട്ട് പെരുമാറി. അതുപോലെ ആൾക്കാരെയൊക്കെ ഒരു കാരണമില്ലാതെ അറസ്റ്റ് ചെയ്ത് ക്രൂരമായി മർദ്ദിക്കുകയും കൊലപ്പെടുത്തുകയും ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. ഈവൻ നമ്മളുടെ അതായത് പ്രതിപക്ഷ പാർട്ടികളുടെയും അല്ലെങ്കിൽ ഗവൺമെന്റിന്റെ പ്രവർത്തനങ്ങൾക്കെതിരെ പ്രവർത്തിക്കുകയും ചെയ്യുന്ന ആൾക്കാരെയൊക്കെ പ്രിവെന്റീവ് ഡീറ്റൻഷൻ ലോസ് ഉപയോഗിച്ചുകൊണ്ട് അറസ്റ്റ് ചെയ്ത് ജയിലിലിട്ട് ക്രൂരമായ മർദ്ദനത്തിന് വിധേയമാക്കി. അതുപോലെ തന്നെ ഒരുപാട് നേതാക്കന്മാരെ ഈവൻ ഒരിക്കലും മുന്നോട്ട് വരാൻ പറ്റാത്ത രീതിയിൽ തകർത്ത് തരിപ്പണമാക്കുന്ന, മാനസികമായും ശാരീരികമായിട്ടും ഒക്കെ തകർത്ത് തരിപ്പണമാക്കുന്ന രീതിയിലുള്ള ഒരു വളരെ ഏകാധിപത്യപരമായിട്ടുള്ള പ്രവർത്തനമാണ് നമുക്ക് ആ ഒരു എമർജൻസി പീരീഡിൽ കണ്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആക്ച്വലി ഇതിന് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള ഒരു പ്രമേയമാണ് കഴിഞ്ഞ ലോകസഭയിൽ ഇതിൻ്റെ വാർഷികത്തോടനുബന്ധിച്ച് ഇന്നലെ ലോകസഭയിൽ പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഓം ബിർള എന്ന് പറയുന്ന പുതിയ ലോക്സഭാ സ്പീക്കറെ എലക്ട് ചെയ്തിരുന്നു. അദ്ദേഹമാണ് ഈ ഒരു കണ്ടംനിങ് ഇമ്പോസിഷൻ ഓഫ് എമർജൻസി എന്ന് പറഞ്ഞു ഇന്ത്യൻ ഭരണഘടനയുടെ മേലിൽ ഒരു അറ്റാക്കാണ് ഈ ഒരു എമർജൻസി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ 17ാമത്തെ ലോകസഭയിലും അദ്ദേഹം സ്പീക്കറായിരുന്നു. പക്ഷേ അദ്ദേഹം ഇവിടെ ആക്ച്വലി ഈ ഒരു എഡിറ്റോറിയൽ ക്രിറ്റിസിസമാണ്. അപ്പോൾ ആക്ച്വലി അദ്ദേഹം സ്പീക്കറായിരിക്കുന്ന സമയത്തും ഒരുപാട് ഓപ്പോസിഷൻ എംപിമാരെ പ്രതിഷേധം ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞിട്ട് സസ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ അദ്ദേഹത്തിന് അല്ലെങ്കിൽ അന്നത്തെ ഗവൺമെൻറ്റുകളും വളരെ ഡ്രക്കോണിയൻ ആയിട്ടുള്ള ലോസ്, ഉദാഹരണത്തിന് പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിങ് ആക്ട്, PMLA ആക്ട്, UAPA ആക്ടുകൾ ഉപയോഗിച്ചു, UAPA തുടങ്ങിയിട്ടുള്ള ആക്ടുകൾ ഉപയോഗിച്ചുകൊണ്ട് ഒരുപാട് നേതാക്കളെ മറ്റും ഈവൻ സിവിൽ സൊസൈറ്റി എന്നുള്ള ആൾക്കാരെ, പൊളിറ്റിക്കൽ ലീഡേഴ്സിനെ, മീഡിയ പേഴ്സണെ ഒക്കെ തന്നെ എഗെയിൻസ്റ്റ് ആയിട്ട് പ്രവർത്തിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ആക്ച്വലി നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു വിഷയം ഇപ്പോൾ കൊണ്ടുവന്നപ്പോൾ പ്രത്യേകിച്ചും എമർജൻസി ഇന്ദിരാഗാന്ധി കോൺഗ്രസ് പാർട്ടിയുടെ നേതാവാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും കോൺഗ്രസ് പാർട്ടി ഇതിനെതിരെ ശക്തമായിട്ട് വരികയും ചെയ്തിരുന്നു. അവർ പറഞ്ഞതെന്ന് വെച്ചാൽ നിലവിലുള്ള ഗവൺമെൻറ്റുകളും എമർജൻസി പ്രഖ്യാപിച്ചില്ലെങ്കിലും എമർജൻസിക്ക് അനുസൃതമായിട്ടുള്ള നടപടികൾ തന്നെയാണ് സ്വീകരിക്കുന്നത്. ഇന്ന് നമ്മുടെ രാജ്യത്തെ മാധ്യമ സ്വാതന്ത്ര്യമുണ്ടോ, പ്രസിൻ്റെ മേലെയെല്ലാം സ്വാതന്ത്ര്യം അടിച്ചമർത്തിയിട്ടാണുള്ളത്. അതുപോലെ തന്നെ ഓപ്പോസിഷൻ റെപ്രസെൻറ്റേറ്റീവ്സിനെ വിവിധ നിയമങ്ങൾ പറഞ്ഞുകൊണ്ട് അറസ്റ്റ് ചെയ്യാണ്. അവർക്ക് ജാമ്യം കിട്ടുമ്പോൾ അടുത്ത കേസ് കൊണ്ടുവന്നിട്ട് അറസ്റ്റ് ചെയ്യാണ്. ഉദാഹരണത്തിന് അരവിന്ദ് കെജ്രിവാളിൻ്റെ കേസ്, മനീഷ് സിസോദിയയുടെ കേസൊക്കെ പറയുന്നുണ്ട്. അതുപോലെ പ്രിവെൻറ്റീവ് ഡീറ്റൻഷൻ ലോസ് ഉപയോഗിച്ചുകൊണ്ട് പൊളിറ്റിക്കൽ
ലീഡേഴ്സിനെ ആയിക്കോട്ടെ, ആക്ടിവിസ്റ്റുകളെ ആയിക്കോട്ടെ, ജേർണലിസ്റ്റുകളെ ആയിക്കോട്ടെ, ഒരു ട്രയൽ പോലും ഇല്ലാതെ കോടതിയിൽ പോലും കൊണ്ടുപോകാതെ എന്ത് ചെയ്യാണ്, ജയിലിൽ അടപ്പിക്കുന്ന ഒരു സാഹചര്യമാണ്. എന്നിട്ടാണ് ഇവർ എമർജൻസിനെ കുറ്റപ്പെടുത്തുന്നത് എന്നാണ് പറയുന്നതായിട്ടുള്ളത്. അതായത് ഇന്നത്തെ BJPയുടെ ഗവൺമെൻറ്റും ഓതോറിറ്റേറിയൻ ഗവൺമെൻറ് ആണെന്നാണ് ഈ ഒരു പറയുന്നതായിട്ടുള്ളത്. പ്രത്യേകിച്ചും ഇലക്ടോറൽ റെപ്രസെൻറ്റേഷൻ കഴിഞ്ഞ ഇലക്ഷനിൽ നിന്ന് കാര്യമായിട്ട് കുറയാൻ കാരണമായിട്ടുള്ളതും ഇത്തരത്തിലുള്ള ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനം കൊണ്ടാണെന്നും കോൺഗ്രസ് പാർട്ടി പറയുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഒരു പ്രശ്നത്തെ നമുക്ക് അഡ്രസ്സ് ചെയ്യണം എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളെ അഡ്രസ്സ് ചെയ്യണം എന്നുണ്ടെങ്കിൽ പാർലമെൻറ്റിലെ ഓപ്പോസിഷൻ വളരെ സ്ട്രോങ് ആയിരിക്കണം എന്നുള്ള കാര്യമാണ്. കാരണം ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനങ്ങളെ കൃത്യമായിട്ട് ക്രിറ്റിസൈസ് ചെയ്യാനും ചോദ്യം ചെയ്യാനുള്ള ഒരു അധികാരം അല്ലെങ്കിൽ അതിനുള്ള ഒരു ശ്രമം റൂളിംഗ് ഓപ്പോസിഷൻ പാർട്ടിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ ജുഡീഷ്യറിയും വളരെ വിജിലൻ്റ് ആയിരിക്കുക. കാരണം ഭരണഘടനാപരമായിട്ടുള്ള അവകാശങ്ങളെ സംരക്ഷിക്കുക എന്നുള്ള ഉത്തരവാദിത്തം, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനെ സംരക്ഷിക്കുക എന്ന് പറയുന്ന ഉത്തരവാദിത്തം ജുഡീഷ്യറിയുടെ മേലെയാണ്. അപ്പോൾ ജുഡീഷ്യറിയും വിജിലൻ്റ് ആയിരിക്കണം. അതുപോലെ നമ്മളെപ്പോലുള്ള സിവിൽ സൊസൈറ്റിയും ഇതിനെതിരെ കൃത്യമായിട്ട് വിജിലൻ്റ് ആയിരിക്കണം. ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനങ്ങളെ കൃത്യമായി ക്രിട്ടിസൈസ് ചെയ്യാനും അവരുടെ തെറ്റുകളെ ചൂണ്ടിക്കാണിക്കാനും അവർക്ക് ഇലക്ഷൻ പോലുള്ള പ്രോസസ്സുകളിൽ അവരുടെ തെറ്റുകൾ അവരുടെ മനസ്സിലാക്കിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ ജനങ്ങളുടെ ഭാഗത്തുനിന്നും ഉണ്ടാവേണ്ടതായിട്ടുണ്ട് എന്നുകൂടി ഓർത്തു വെക്കുക. അപ്പോൾ ഇന്ത്യൻ ജനാധിപത്യത്തെ സംരക്ഷിക്കണമെങ്കിൽ നല്ലൊരു ഓപ്പോസിഷൻ വേണം, വിജിലൻ്റ് ആയിട്ടുള്ള ജുഡീഷ്യറി വേണം, അതുപോലെ തന്നെ സിവിൽ സൊസൈറ്റിയും വളരെ ആക്റ്റീവായിട്ട് പ്രവർത്തിക്കേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ്. അടുത്തൊരു വാർത്ത ആൻറ്റി ഡിഫെക്ഷൻ ലോയുമായി ബന്ധമാണ്. ആൻറ്റി ഡിഫെക്ഷൻ ലോ അല്ലെങ്കിൽ 10th ഷെഡ്യൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ 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 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. പല പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യാണ്. അപ്പോൾ വീണ്ടും നമുക്ക് കാണാൻ വേണ്ടി പറ്റുവാണ് തെലങ്കാനയിൽ നിന്നുള്ള വിഷയമാണ് വരുന്നത്. വീണ്ടും ഡിഫെക്ഷൻസ് സ്റ്റാർട്ട് ചെയ്തു എന്നുള്ളതാണ്. അപ്പോൾ ആക്ച്വലി തെലങ്കാനയിൽ ഇലക്ഷൻ നടന്നിട്ടുണ്ടായിരുന്നു. അവിടുത്തെ MLA ആയിട്ടുള്ള M. സഞ്ജയ് കുമാർ, അദ്ദേഹം ഈ ഒരു ജഗദീദൾ കൺസ്റ്റിറ്റ്യുവൻസിനെ റെപ്രസെൻറ്റ് ചെയ്യാണ്. BRS എന്ന് പറയുന്ന പാർട്ടീനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അദ്ദേഹം, അതായത് ഓപ്പോസിഷൻ പാർട്ടിയിൽ നിന്ന് റൂളിംഗ് പാർട്ടിയായിട്ടുള്ള കോൺഗ്രസിലേക്ക് അദ്ദേഹത്തിൻ്റെ കൂടെ കുറച്ച് MLA മാരെയും കൂട്ടി പോയിട്ടുണ്ട് എന്നുള്ളതാണ്. അതായത് 6 MLA മാരെയും കൂട്ടിയിട്ടാണ് അദ്ദേഹം പോയിട്ടുള്ളതെന്ന് ഓർത്തു വെക്കേണ്ടതാണ്. അതായത് ഇത് തെലങ്കാനയിൽ ആദ്യമായിട്ട് നടക്കുന്നില്ല. മുന്നേ ഉണ്ടായിട്ടുള്ള ഗവൺമെൻറ്, തെലങ്കാന ചീഫ് മിനിസ്റ്റർ ആയിട്ടുള്ള നമ്മൾ നോക്കി കഴിഞ്ഞാൽ ചന്ദ്രശേഖർ റാവു, അദ്ദേഹം ഭരിക്കുമ്പോൾ അദ്ദേഹത്തിന് 119 സീറ്റിൽ 63 സീറ്റുകളുടെ മെജോറിറ്റി മുന്നേ ഉണ്ടായിരുന്നെങ്കിൽ പോലും അദ്ദേഹം എന്ത് ചെയ്തു, ഓപ്പോസിഷൻ പാർട്ടികളിലെ ആൾക്കാരെയൊക്കെ ഡിഫെക്ഷൻ ചെയ്തുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പാർട്ടിയിലേക്ക് കൊണ്ടുവരുന്നത് 90 MLA മാരുടെ മെജോറിറ്റി ആയിട്ടാണ് അദ്ദേഹം 2018 ഭരിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ തെലങ്കാനയിൽ ഇത് വളരെ കോമൺ ആണ്. നമ്മുടെ രാജ്യത്തും ഈ ഒരു ഡിഫെക്ഷൻ എന്ന് പറയുന്നത് വളരെ വളരെ കോമൺ ആയിട്ട് വരുവാണെന്നുള്ളതാണ്. അപ്പോൾ നോക്കി കഴിഞ്ഞാൽ ഈ ഡിഫെക്ഷൻ എന്ന് പറയുന്നത് നമ്മൾ പ്രത്യക്ഷത്തിൽ നോക്കുമ്പം ആൻറ്റി ഡിഫെക്ഷൻ ലോ ഉണ്ട്. ഡിഫെക്ഷൻ ഒരു പാർട്ടി കൂറുമാറുക എന്നൊക്കെ പറയുമ്പോൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് പറയാം അത് എന്താണ്, അത് അവരെന്തായാലും ഡിസ്ക്വാളിഫൈ ആവുമല്ലോ. പക്ഷേ ഓർത്ത് വെക്കേണ്ട കാര്യം 1985 രാജീവ് ഗാന്ധിയുടെ കാലഘട്ടത്തിൽ കൊണ്ടുവന്ന ഈ ആൻറ്റി ഡിഫെക്ഷൻ ലോയിൽ പിന്നെ ഒരു ഡയല്യൂഷൻ നടന്നിട്ടുണ്ട് 2003 ഇത് അമെൻഡ് ചെയ്തിട്ട് പറഞ്ഞു, അതായത് ഒരു പാർട്ടിയിൽ നിന്നും 2 ഭാഗം ആൾക്കാർ പോയിട്ട് മറ്റൊരു പാർട്ടി രൂപീകരിക്കുകയാണെങ്കിൽ അതിന് ഡിഫെക്ഷൻ ആയിട്ട് കരുതില്ല എന്ന് പറഞ്ഞത്. അപ്പോൾ ഈ ഒരു ലൂപ്പ് ഹോൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഒരു പാർട്ടിയിൽ 12 പേരാണുള്ളതെങ്കിൽ അതിൽ നിന്ന് ഒരു 6 പേരോ 8 പേരോ ഒക്കെ പോകുന്ന സമയത്ത് അത് ഡിഫെക്ഷൻ ആയിട്ട് മാറില്ല എന്നുകൂടി ഓർത്ത് വെക്കണമാണ്. എന്നാൽ ഒരു വിഷയത്തിൽ അത് ഡിഫെക്ഷൻ ആണോ അല്ലയോ എന്ന് തീരുമാനിക്കാനുള്ള അധികാരം സ്പീക്കറിൻ്റെ കയ്യിലാണുള്ളത്. അതായത് ലോക്സഭയിലാണെങ്കിൽ ലോക്സഭാ സ്പീക്കർ, ഇവിടെയാണെങ്കിൽ നിയമസഭാ സ്പീക്കറുടെ കയ്യിലാണ്. പക്ഷേ ലോക്സഭാ സ്പീക്കർ എന്ന് പറഞ്ഞാൽ ഭരിക്കുന്ന പാർട്ടിയുടെ ഒരു നേതാവ് കൂടിയാണെന്ന് ഓർത്ത് വെക്കണം. കാരണം സ്പീക്കർ ന്യൂട്രലായി നിൽക്കണം എന്നുണ്ടെങ്കിൽ പോലും സ്പീക്കർ എന്ന് പറയുന്ന ഭരിക്കുന്ന പാർട്ടിയുടെ ഒരു നേതാവാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹമാണ് ആൻറ്റി ഡിഫെക്ഷൻ ലോ പ്രകാരം മെമ്പറുടെ ഡിസ്ക്വാളിഫിക്കേഷൻ വരെ തീരുമാനിക്കുന്നത്. അതിനാണെങ്കിൽ ഭരണഘടന 10th ഷെഡ്യൂൾ ഒരു ടൈം ലിമിറ്റും സെറ്റ് ചെയ്തിട്ടില്ല. സ്വാഭാവികമായിട്ടും ഇത്തരം ഡിഫെക്ഷൻ വിഷയങ്ങൾ സ്പീക്കറുടെ മുന്നിൽ വരുമ്പോൾ ഭരിക്കുന്ന പാർട്ടിക്ക് അനുകൂലമായിട്ടുള്ള അല്ലെങ്കിൽ ഭരിക്കുന്ന പാർട്ടിക്ക് പ്രതികൂലമായിട്ടുള്ള തീരുമാനമാണ് എടുക്കേണ്ടതെങ്കിൽ സ്വാഭാവികമായിട്ടും സ്പീക്കർ അവിടെ തീരുമാനമെടുക്കാതെ അനിശ്ചിതമായിട്ട് വൈകിപ്പിക്കുന്നതാണ് കാണുന്നത്. അതായത് നമ്മുടെ രാജ്യത്തെ പാർട്ടിസിപ്പേറ്ററി ഡെമോക്രസി അല്ലെങ്കിൽ ജനാധിപത്യം എന്ന് പറയുന്നതിന് വലിയൊരു വെല്ലുവിളിയായിട്ടുള്ളൊരു സംഭവം തന്നെയാണ് ഡിഫെക്ഷൻ എന്ന് പറയുന്നതെന്ന് നമുക്ക് പറയാൻ വേണ്ടി വരും. പ്രത്യേകിച്ചും ഭരിക്കുന്ന പാർട്ടിക്ക് ഏകപക്ഷീയമായിട്ട് തീരുമാനങ്ങൾ എടുക്കുക, മറ്റു പാർട്ടികളിൽ നിന്ന് നേതാക്കന്മാരെ വലിയ വലിയ വാഗ്ദാനങ്ങൾ നൽകിയിട്ട് ചോർത്തിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമാണ് ഡിഫെക്ഷനിൽ നടക്കുന്നതായിട്ടുള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ടും 2024 ഇപ്പോൾ ഇലക്ഷൻ നടന്നു, ലോക്സഭയിൽ വരിക്കുമ്പോൾ അവിടെയും ഭരിക്കുന്ന പാർട്ടിക്ക് കാര്യമായ ഭൂരിപക്ഷമില്ല. സ്വാഭാവികമായിട്ടും ആൻറ്റി ഡിഫെക്ഷൻ ലോയിൽ കാര്യമായിട്ടുള്ള അമെൻമെൻറ്റുകൾ കൊണ്ടുവരേണ്ട ഒരു സമയമാണെന്നും അത് ഈ സഭയിൽ നടക്കേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇതിൽ പ്രധാനമായിട്ടും വേണ്ട ക്രൈറ്റീരിയ എന്ന് പറഞ്ഞാൽ സ്പീക്കർമാർക്ക് ആൻറ്റി ഡിഫെക്ഷൻ ലോയുടെ മേലെ ഈ ഒരു ടൈം ലിമിറ്റ് ഫിക്സ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. അതായത് അതുപോലെ തന്നെ ഇത്തരത്തിൽ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഇലക്ഷൻ കമ്മീഷൻ്റെ മേലെ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാനുള്ള അധികാരവും നൽകുക എന്നുള്ളതാണ് മറ്റൊന്ന് ചെയ്യാൻ വേണ്ടി പറ്റുന്ന കാര്യം എന്നുള്ളതാണ്. അടുത്തൊരു വാർത്ത എന്ന് വെച്ചാൽ ലീഡർ ഓഫ് ഓപ്പോസിഷനുമായി ബന്ധപ്പെട്ടാണ്. കാരണം ലീഡർ ഓഫ് ഓപ്പോസിഷൻ എന്ന് പറയുന്നത് ഒരു വലിയ ഉത്തരവാദിത്തമുള്ള പോസ്റ്റാണ്. പക്ഷെ നമ്മുടെ രാജ്യത്ത് അത് അത്ര പവർഫുൾ അല്ല എന്നുള്ളതാണ് ഓദർ പറയുന്നതായിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് ലീഡർ ഓഫ് ഓപ്പോസിഷൻ എന്നുള്ളത്. കൂടുതൽ ദി ഹിന്ദു ന്യൂസ് പേപ്പർ അനാലിസിസിനു വേണ്ടി പ്രതിമാസം 189 രൂപ എന്ന നിരക്കില് മെമ്പർഷിപ്പ് എടുക്കാവുന്നതാണ്. യൂട്യൂബ് വഴിയും ലേണേഴ്സ് IAS ആപ്പ് വഴിയും ക്ലാസുകൾ കാണാവുന്നതാണ്.